ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടത് ഹിന്ദു ട്രഡീഷണലായിട്ടുള്ള കുറച്ച് താലികളായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്ത്യൻ താലികളാണ്. ഇന്നലെ ജാതിയുടെ കളി കൊണ്ടൊന്നുമല്ല ഞാൻ ഇന്നലെ ആദ്യം ഹിന്ദുസിന് പ്രയോറിറ്റി കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ പറയണമെന്നുണ്ടെങ്കിൽ ഹിന്ദു താലികളെ എനിക്കറിയത്തുള്ളൂ. ക്രിസ്ത്യൻസിൻ്റെ താലികളെ പറ്റി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മിന്നായം പോയാലേ കാണുന്നതല്ല. നമുക്ക് അതിനെപ്പറ്റി എനിക്ക് ഒന്നും തന്നെ പറയാനില്ല, അല്ലാതെ ജാതിയുടെ കളി കൊണ്ടൊന്നുമല്ല. പിന്നെ ഇന്നലെ ഹിന്ദു താലികൾ ഞാൻ എടുത്തപ്പം ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലായിരുന്നു ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് ഒരു തെറ്റ് സംഭവിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി എല്ലാ ഹിന്ദുസിൻ്റെ എല്ലാ താലികളും ഒരല്പം ഹെവി വർക്കുകളാണ്. കമ്പാരിറ്റീവ്ലി ക്രിസ്ത്യൻസിൻ്റെ ആകുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ സിമ്പിളാണ്. അതായത് 1 ഗ്രാം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. 1 ഗ്രാമിനും താഴെയുള്ള താലികൾ നമുക്ക് അവൈലബിൾ ആണെന്നാണ് ഷോപ്പിൽ എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ താലി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തപ്പോൾ അവിടെ വെച്ച് എനിക്ക് അത്രയും പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്ന് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് താലിയും കാണുന്നില്ല, അത്ര ക്ലിയർ അല്ല. പക്ഷേ തിരിച്ചായിരുന്നെങ്കിൽ ഒരു ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് നാളെ ഇടാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുസ്ലിം താലിയാണ്. കമാന്നൊരക്ഷരം ഞാൻ മിണ്ടത്തില്ല, പകരം മ്യൂസിക് മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കത്തുള്ളൂ. കാരണം ഇന്നേ നാഴി വരെ ആ സംഭവം ഞാൻ കണ്ടിട്ടുകൂടിയില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്നും തന്നെ പറയാനില്ല. ഇനി ഒരല്പം നമുക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. യൂട്യൂബിൽ 2 വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞു, ഷോർട്സും വീഡിയോസും. ഷോർട്സിന് നമുക്ക് 45%, അതുപോലെ തന്നെ വീഡിയോസിന്, അതായത് ലെങ്തി ആയിട്ടുള്ള വീഡിയോസിന് 55% പ്രോഫിറ്റാണ് നമുക്ക് യൂട്യൂബ് തരുന്നത്. അപ്പം 45% നമുക്ക് ഷോർട്സിന് കിട്ടത്തുള്ളൂ. ഷോർട്സ് 45 45 കിട്ടുന്നത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പം മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ മോണിറ്റൈസേഷനും കാര്യങ്ങളും അതിൻ്റെ എലിജിബിലിറ്റിയും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഗൂഗിൾ പോലും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. ഇനിയപ്പം നമുക്ക് നാളെ മുസ്ലിം താലികളുടെ വിശേഷമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.